നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സ്വത്തെല്ലാം സ്വന്തം മോളല്ലേന്ന് കരുതി അവളുടെ പേരിൽ എഴുതി വെച്ചിട്ട് ആന മണ്ടത്തരവും കാണിച്ചു. അതൊക്കെ ശ്രേയ കൊണ്ടുപോയി നിഖിലിന് അടിയറവ് വെക്കാതിരിക്കാനേ ഇനി ഇതേ ഉള്ളൂ ഒരു മാർഗം. നമ്മുടെ മോളെ നമുക്ക് തിരിച്ചു കിട്ടണമെങ്കിൽ നിഖിലിന്റെയും വീണയുടെയും കല്യാണം നടക്കണം. ശ്രേയ എന്റെ മോളാണെന്നുള്ളതൊക്കെ ശരിയാ. ഞാൻ എത്ര തവണ കെഞ്ചി പറഞ്ഞു, അവളത് കേട്ടില്ല. പവിയേട്ടൻ നെഞ്ച് വെള്ളമാക്കി ഉണ്ടാക്കിയ സ്വത്തെല്ലാം അങ്ങനെ ഇപ്പൊ അവള് കൊണ്ടുപോകാതിരിക്കാൻ ഇനി ഇതേ ഉള്ളു വഴി. എന്ത് വന്നാലും അവളെ ആ അപരാധിയെ കൊണ്ട് ഞാൻ കെട്ടിക്കില്ല. അവളിപ്പോ ആ സ്വർണ്ണക്കട്ടില് കണ്ട് പനിക്കണ്ട. വിശ്വനാഥൻ നിങ്ങളുടെ അച്ഛനെ കുരുക്കിയതുപോലെ ആ നിഖില് നാളെ നിങ്ങളെയും പറ്റിക്കും. ശ്രേയ അവനോടൊപ്പം നിൽക്കുകയും ചെയ്യും. അത് വേണ്ട. പൊന്നമ്മത്തിന്റെ പേരും പറഞ്ഞ് ഞെളിഞ്ഞു നിൽക്കുന്ന നിങ്ങള് പൊന്നമ്മത്തെ വെറും കാര്യസ്ഥനായിരുന്ന കരുണാകരൻ പിള്ളയുടെ മോനല്ലേ? അച്ഛനെ പോലെ നടുവളഞ്ഞു നിന്നിട്ടുള്ള പാരമ്പര്യല്ലേ നിങ്ങൾക്കുള്ളൂ. ഇനി ഒരു കാര്യം ചെയ്യ, കുറച്ചുനാള് കാര്യസ്ഥന്റെ മോൻ കാര്യസ്ഥ പണി ചെയ്യ. പൊന്നമ്മത്തെ അല്ല, ഈ ഗിരിജയുടെ കാര്യസ്ഥനായി നിൽക്ക്. ഞാൻ പറയുന്ന പോലെയൊക്കെ ചെയ്യ. എന്താ പവിത്രൻ സാറ്, സാറിനത് സമ്മതാണോ? അല്ല. അന്ന് കാര്യസ്ഥനായിരുന്ന അച്ഛന്റെ മകൻ ഈ പവിത്രൻ ഒരിക്കലും മരുവത്തൂരിൽ ആരുടെയും കാര്യസ്ഥനായിരുന്നില്ല. വിശ്വനാഥൻ എന്നെന്റെ മുന്നിൽ അധികാരം കാണിച്ചു തുടങ്ങിയോ അന്ന് അയാളുടെ കുതിപ്പ് തീർന്ന് കിതയ്ക്കാൻ തുടങ്ങി. പിന്നെ സുമംഗല, അവരെ ദേ ഈ ചൂണ്ടുവരൽ നിർത്തിയ പവിത്രൻ ഇത്രയൊക്കെ ഉണ്ടാക്കിയതും സ്വന്തമായ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുത്തതും നീ വീണയെ പ്രലോഭിപ്പിച്ച് കല്യാണ പെണ്ണാക്കിക്കോ. പക്ഷേ നിഖിൽ അവളെ താലി കെട്ടില്ല. താലി കെട്ടാൻ ഞാൻ അനുവദിക്കില്ല. എനിക്ക് നീ ഉൾപ്പെടെ എല്ലാവരും ചവിട്ടിക്കയറാനുള്ള പടവുകൾ മാത്രമായിരുന്നു. സുമംഗലയായാലും നീയായാലും. ഗീതമ്മയും വീണയും മരുവത്തൂരി നിറക്കിവിടേണ്ടത് എന്റെ ആവശ്യമായിരുന്നു. ഇറങ്ങിയവരെ ഇനിയും തിരിച്ചു കയറാൻ അനുവദിക്കുക എന്ന് പറഞ്ഞ പവിത്രൻ തോറ്റുകൊടുക്കുകയാണെന്ന അതിനർത്ഥം. ഇനി അഥവാ വീണ നിഖിലിനെ കെട്ടിയാലും ഗീതമ്മയുടെയും യതിയുടെയും സ്വത്തുക്കൾ ഒന്നിപ്പിക്കുകയാണ്. അങ്ങനെ അവരൊന്നിച്ചാ നമുക്കെന്ത് നേട്ടം? പക്ഷെ അവരൊന്നിക്കാതിരുന്ന നമുക്കത് നേട്ടമാ. പവിത്രന്റെ കളികൾ നടക്കാതിരുന്നത് ദർശനയുടെ മുന്നിൽ മാത്രമാ. അവളെയും മരുവത്തൂരിന്റെ പടിയിറക്കാനുള്ള തന്ത്രമായിരുന്നു. അവൾ ഒരിക്കലും അമ്മയാകില്ലെന്നുള്ള തുറപ്പ് ചീട്ട്. എന്റെ കളി പകുതിക്കപ്പുറം വിജയിച്ചതുവാ. പക്ഷേ ആ ഡോക്ടർ ജെസ്സി അവസാന നിമിഷം എന്റെ കയ്യിൽ നിന്ന് വഴുതിപ്പോയി. അവൾ രൂപേഷിനെ ഒരു ഭാഗത്തുകൂടി കരുത്തനാക്കിക്കൊണ്ട് വരികയായിരുന്നു. അവൻ എന്നെ വെല്ലുവിളിക്കുന്ന അവസ്ഥ വരെ എത്തിച്ചു. സുമംഗല വരെ പറഞ്ഞു, വിശ്വനാഥനെ പോലെ അവന്റെ അച്ഛനെ പോലെ രൂപേഷ് കമ്പനിയുടെ അധികാരങ്ങൾ പിടിച്ചെടുത്തുവെന്ന്. എന്ന് അധികാരങ്ങൾ വിശ്വനാഥൻ എന്റെ നേർക്ക് പ്രയോഗിച്ചു തുടങ്ങിയോ അന്നു മുതൽ വിശ്വനാഥൻ മരണത്തിലേക്ക് ഈ ഈയാമ്പാറ്റകൾ വെളിച്ചത്തിലേക്ക് എന്നതുപോലെ പാഞ്ഞടുക്കുകയായിരുന്നു. രൂപേഷ് ഇന്നലെ എന്റെ കാറ് പോലും പിടിച്ചു വാങ്ങി. എന്നെ ടെർമിനേറ്റ് ചെയ്തു എന്നങ്ങ് പ്രഖ്യാപിച്ചു.
അതോടെ ഈ പവിത്രൻ ഒരു ടെർമിനേറ്ററായി കഴിഞ്ഞു. ഒന്നുകിൽ ദർശന, അല്ലെങ്കിൽ രൂപേഷ്. കഥയിൽ ഇനി അവർ ഒന്നിക്കരുത്. രൂപേഷും ദർശനയും ഒന്നിക്കരുത്. വീണയും നിഖിലും ഒന്നിക്കരുത്. ശ്രേയയും നിഖിലും ഒന്നിക്കരുത്. ശ്രേയ നമ്മുടെ മകളാ, ഞാൻ നിങ്ങളുടെ ഭാര്യയാ. അതുകൊണ്ടാണല്ലോ എന്റെ ഏറ്റവും വിശ്വസ്തനായ കൃഷ്ണനെ കൊണ്ട് ഞാൻ അവളെ, എന്റെ സ്വന്തം മോളെ ഇവിടെ നിന്ന് മാറ്റിയത്. ശ്രേയയെ മാറ്റിയത് അപ്പൊ പവിയേട്ടനാണോ? എന്താ സംശയം? പവിത്രൻ ഒരിക്കലും ഒരു കളിയിലും തോറ്റു കൊടുത്തിട്ടില്ല. നീ കരുതും പോലെ പൊന്നമ്മത്തിന്റെ ഒരു സ്വത്തും ബിനാമി പേരിലുള്ള ഒരു ഇടപാടുകളും ശ്രേയയുടെ പേരിലായിരുന്നില്ല. ശ്രേയ എന്ന പേരുകാരിയുണ്ട്, പക്ഷേ അത് പവിത്രന്റെ മകൾ ശ്രേയയല്ല. കൃഷ്ണന്റെ അനിയത്തി ശ്രേയ. അകാലത്തെന്നെ വിട്ടുപോയവൾ ആ ശ്രേയാണത്. പിന്നെ നീ, നിന്നെ കണ്ട നിമിഷം മുതൽ ഞാൻ നിന്നെ ഇഷ്ടപ്പെട്ടു, സ്നേഹിച്ചു. എന്റെ മകളെയും ഞാൻ എല്ലാം മറന്ന് സ്നേഹിച്ചതാ. നിനക്ക് സ്വത്ത് മതിയായിരുന്നു, അവക്ക് നിഖിൽ എന്ന കാമുകനും. എങ്കിലും ഈ പവിത്രൻ നിങ്ങളെ കൈവിടില്ല. എന്നെ കാര്യസ്ഥനാക്കാനുള്ള നിന്റെ തന്ത്രം അത് നടക്കില്ലെന്ന് ഇപ്പോഴെങ്കിലും മനസ്സിലാക്കിയാൽ നന്ന്. രണ്ടുപേര് ഈ ഭൂമി വിട്ടു പോണം. പവിത്രന്റെ വിജയത്തിന് അവരിനി ഈ ഭൂമിയിൽ വേണ്ട. അവിടെയും ഒരു ചോയ്സ് ഉണ്ട്. രൂപേഷ് ദർശന ഓർ നിഖിൽ വീണ. അവർ തന്നെ സ്വയം തീരുമാനിക്കട്ടെ ആരും മരിക്കണമെന്ന്. രണ്ടുപേരിൽ ഒരാൾ. അതാരായിരിക്കും?